റീൽസ് ഇടലും സോഷ്യൽ മീഡിയയിലൂടെ ഞങ്ങളുടെ വികസന പ്രവർത്തനങ്ങൾ ജനങ്ങളിലെത്തിക്കലും തുടരുക തന്നെ ചെയ്യും. എല്ലാവർക്കും നമസ്കാരം. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ 45 മീറ്റർ വീതി 6 വരി NH66 ലോകത്തെവിടെയും ജീവിക്കുന്ന മലയാളിയുടെ സ്വപ്ന പദ്ധതിയാണ്. ഇന്ത്യയിൽ ഏറ്റവും അധികം ജനസാന്ദ്രതയുള്ള കേരളത്തിൽ, വാഹനപ്പെരുപ്പം മൂലം വീർപ്പുമുട്ടുന്ന കേരളത്തിൽ ഒരാശ്വാസ പദ്ധതിയാണ് NH66. NH66 നിർമ്മാണം അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ ഉണ്ടായ ചില സംഭവങ്ങൾ ദൗർഭാഗ്യകരമാണ്. സംസ്ഥാന സർക്കാരിൻ്റെ നിലപാട് നേരത്തെ തന്നെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വ്യക്തമാക്കിയതാണ്. ഇതുമായി ബന്ധപ്പെട്ട് കേന്ദ്രമന്ത്രി ശ്രീ നിതിൻ ഗഡ്കരി ചില നിലപാടുകൾ ഇതിനകം സൂചിപ്പിച്ചു കഴിഞ്ഞു. ഇപ്പോൾ NHAIയുടെ എക്സ്പേർട്ട് ടെക്നിക്കൽ ടീം ഇതുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ പരിശോധിക്കുന്നുണ്ട്. അതിനുശേഷം വരുന്ന റിപ്പോർട്ട് വെച്ചുകൊണ്ട് സംസ്ഥാന സർക്കാരിന് പറയാനുള്ളത് സംസ്ഥാന സർക്കാർ പറയുകയും ചെയ്യും. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇടയ്ക്കിടെ വിവിധ വകുപ്പുകളെ ഏകോപിപ്പിച്ച് ദേശീയപാത 66 പ്രവൃത്തി പരിശോധിക്കുന്നുണ്ട്, ഇടപെടുന്നുണ്ട്. ഈ വിഷയമുണ്ടായ ഘട്ടത്തിൽ മുഖ്യമന്ത്രി ഇതുമായി ബന്ധപ്പെട്ട എല്ലാവരെയും കോണ്ടാക്ട് ചെയ്ത് കാര്യങ്ങൾ സംസാരിച്ചിരുന്നു. തീർച്ചയായും ഇത്തരം വിഷയങ്ങൾ, നിർമ്മാണവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ തന്നെ പരിഹരിച്ച് ആശങ്ക അകറ്റണം. ദേശീയപാത 66 നിർമ്മാണം അതിൻ്റെ ഫൈനൽ റൗണ്ടിലാണ്. അത് നമുക്ക് നല്ല നിലയിൽ പൂർത്തീകരിക്കണം. ഇത്തരം വിഷയമെന്ന ഘട്ടത്തിലും ചില രാഷ്ട്രീയ ലാഭം കൊയ്യാനുള്ള നീക്കങ്ങളാണ് കേരളത്തിൽ UDF നടത്തിയിട്ടുള്ളത്. BJPയിലെ ചില നേതാക്കന്മാരും ഇത്തരം നിലപാടെടുത്തുകൊണ്ട് ഇവർ രണ്ടുപേരും സംസ്ഥാന സർക്കാരിനെ ആക്രമിക്കാനുള്ള വലിയ ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് അവരുടെ രാഷ്ട്രീയ നിലപാട്. അത്തരം നിലപാട് അവർ സ്വീകരിക്കുമ്പോൾ നാഷണൽ ഹൈവേയുടെ 66 ചരിത്രം ഒന്ന് പറഞ്ഞു പോകുന്നത് നല്ലതാണെന്ന് തോന്നുന്നു. NH66 വികസനവുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ LDF സർക്കാരിന് എന്താണ് റോൾ, എന്ത് കാര്യം എന്ന് ചോദിച്ച് ചിലർ തന്നെ ഇപ്പോൾ സംസ്ഥാന സർക്കാരിനെതിരെ ഈ വിഷയത്തിൽ വാളോങ്ങുകയാണ്. NH66 ചരിത്രം നമുക്കറിയാം. മഹാരാഷ്ട്ര മുതൽ, അതായത് മുംബൈ മുതൽ കന്യാകുമാരി വരെ നീളുന്ന ദേശീയപാത 66 വികസനം കേരളത്തിൻ്റെ ദീർഘകാലമായുള്ള ആവശ്യമാണ്. മഞ്ചേശ്വരം തലപ്പാടി മുതൽ കാരോട് തമിഴ്നാട് അതിർത്തി വരെ നീളുന്ന NH66 വികസനം നാം ഏറെ ചർച്ച ചെയ്തതാണ്. പദ്ധതി നടപ്പിലാക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ ദേശീയപാത അതോറിറ്റി ആരംഭിക്കുകയും ചെയ്തു. എന്നാൽ UDF ഭരണകാലത്ത് അന്നത്തെ സംസ്ഥാന സർക്കാരിൻ്റെ കെടുകാര്യസ്ഥത മൂലം ഈ പദ്ധതി മുടങ്ങുകയായിരുന്നു. സംസ്ഥാന സർക്കാർ ഭൂമി ഏറ്റെടുക്കൽ വിഷയത്തിൽ ഇടപെട്ടില്ല, അതിൽ താല്പര്യം കാണിച്ചില്ല. കെടുകാര്യസ്ഥതയും അന്നത്തെ UDF സർക്കാരിൻ്റെ തമ്മിലടിയും കാരണം ഇതിലൊന്നും ശ്രദ്ധിക്കാൻ നേരമുണ്ടായിട്ടില്ല. 2013 കേരളത്തിൽ ദേശീയപാത പ്രവർത്തനങ്ങളെ ദേശീയപാത അതോറിറ്റി ഡീനോട്ടിഫൈ ചെയ്യുന്ന സ്ഥിതിയുണ്ടായി. ദേശീയപാത അതോറിറ്റി അന്ന് എടുത്ത നിലപാട് നിയമസഭയിൽ രേഖവെച്ച് ചർച്ച ചെയ്തതാണ്. UDFൻ്റെ ഒരു സുഹൃത്തും ഇതുമായി ബന്ധപ്പെട്ട് അന്ന് മറുപടി പറഞ്ഞിരുന്നില്ല. 2015 ദേശീയപാത അതോറിറ്റി പദ്ധതി ഉപേക്ഷിക്കുന്നതായി പ്രഖ്യാപിക്കുന്ന സ്ഥിതിയുണ്ടായി. ദേശീയപാത വികസനം ഇനി സാധ്യമാകില്ലെന്ന് പ്രയാസത്തോടുകൂടി മലയാളികളാകെ ആശങ്കയോടെ പറയുന്ന സ്ഥിതിയുണ്ടായി. 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDFൻ്റെ പ്രകടന പത്രികയിൽ ഒരു കാര്യം എഴുതി വച്ചിരുന്നു: NH66 ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ യാഥാർത്ഥ്യമാക്കും. പലരും പരിഹസിച്ചു, ചിലർ കാർട്ടൂണുകൾ എഴുതി. നടക്കാത്ത കാര്യം പ്രകടന പത്രികയിൽ പറഞ്ഞ് ജനങ്ങളെ പറ്റിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി. ഇങ്ങനെ പറഞ്ഞത് മറക്കാൻ പറ്റുമോ? 2016 LDF സർക്കാർ അധികാരത്തിൽ വന്നു. മുഖ്യമന്ത്രിയായി ശ്രീ പിണറായി വിജയൻ സത്യപ്രതിജ്ഞ ചെയ്തു. മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ പദ്ധതി തിരിച്ചു കൊണ്ടുവരുവാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു. സാധ്യമാകുന്ന കാര്യങ്ങൾ പറയുകയും പറയുന്നത് നടപ്പിലാക്കുകയും ചെയ്യുന്ന മുന്നണിയാണ് LDF. അതുകൊണ്ട് തന്നെ പറഞ്ഞ കാര്യം നടപ്പിലാക്കും. പ്രകടന പത്രികയിൽ NH66 മുടങ്ങിപ്പോയ പദ്ധതി, അഥവാ NH66 നഷ്ടപ്പെട്ട് റീത്ത് വെച്ച പദ്ധതി, ആ പദ്ധതിയെ പുനരുജ്ജീവിപ്പിക്കും എന്ന നിലപാട് യാഥാർത്ഥ്യമാക്കാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഡൽഹിയിൽ പോയി പ്രധാനമന്ത്രിയുമായും ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രിയുമായും ചർച്ച ചെയ്തു.
നിരന്തരം അവരെ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തി. കേരളത്തിലെ ദേശീയപാത വികസനം, ആ വികസനമെന്ന ജനങ്ങളുടെ സ്വപ്നം, ആവശ്യം മുന്നോട്ട് വെച്ചു. നിരന്തര ചർച്ചകൾക്കും സമ്മർദ്ദങ്ങൾക്കും ഒടുവിൽ കേരളത്തിൻ്റെ ശ്രമങ്ങൾ ഫലം കണ്ടു. എങ്ങനെയാണ് എന്നുള്ളത് നമുക്കറിയാം. 2019 ദേശീയപാത വികസന പദ്ധതി നടപ്പിലാക്കാനുള്ള ഇടപെടൽ അതിൻ്റെ ഭാഗമായി ഉണ്ടായി. സ്ഥലമേറ്റെടുക്കലായിരുന്നു പ്രശ്നം. സ്ഥലമേറ്റെടുക്കലിന് ഇനി കാലണ തരാൻ പറ്റില്ല എന്ന നിലപാടാണ് കേന്ദ്ര സർക്കാർ സ്വീകരിച്ചത്. അന്നത്തെ സംസ്ഥാന സർക്കാർ, അതായത് UDF സർക്കാരിൻ്റെ കെടുകാര്യസ്ഥത മൂലം കേന്ദ്ര സർക്കാരിൽ നിന്നും ഇനി പണം തരാൻ വേണ്ടി പറ്റില്ല എന്ന നിലപാട് വന്നു. ഒരു പിഴ അടക്കുന്നത് പോലെ അന്നത്തെ സംസ്ഥാന സർക്കാരിൻ്റെ UDF സർക്കാരിൻ്റെ കെടുകാര്യസ്ഥതയുടെ ഭാഗമായി ഒരു പിഴ അടക്കുന്നത് പോലെ സംസ്ഥാനത്തെ LDF സർക്കാരിന് ഒരു തീരുമാനം കൈക്കൊള്ളേണ്ടി വന്നു. ആ തീരുമാനം ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ്. ആ തീരുമാനം ദേശീയപാത വികസനത്തിന് ഒരു സംസ്ഥാന സർക്കാർ പണം ചെലവഴിക്കാൻ തയ്യാറാണെന്നുള്ള തീരുമാനമാണ്. സ്ഥലമേറ്റെടുക്കലിൻ്റെ 25% സംസ്ഥാന സർക്കാർ വഹിക്കണമെന്ന കേന്ദ്ര സർക്കാരിൻ്റെ നിബന്ധനയോട് അനുകൂല നിലപാട് സ്വീകരിച്ചു. അങ്ങനെ കേന്ദ്ര സർക്കാർ പദ്ധതിക്ക് അംഗീകാരം നൽകി. ഇന്ത്യയുടെ ചരിത്രത്തിലാദ്യമായി ദേശീയപാത വികസനത്തിന് ഒരു സംസ്ഥാന സർക്കാർ പണം ചെലവഴിക്കാൻ തയ്യാറായി. പശ്ചാത്തല വികസന രംഗത്ത് വൻ കുതിപ്പ് മുന്നിൽ കണ്ട് സംസ്ഥാന സർക്കാർ ഈ നിർദ്ദേശം അംഗീകരിച്ചു. ദേശീയപാത 66 കടന്നു പോകുന്ന സംസ്ഥാനങ്ങളുണ്ട്. മഹാരാഷ്ട്ര, കർണാടക, തമിഴ്നാട് സംസ്ഥാനങ്ങൾ. അവിടെയൊക്കെ ഉള്ളതിൽ നിന്നും വ്യത്യസ്തമായി കേരളം ഭൂമി ഏറ്റെടുക്കലിന് ഫണ്ട് വകയിരുത്താൻ തീരുമാനിച്ചു. അത് ചരിത്രത്തിൽ ഇങ്ങനെ കിടക്കുകയാണ്. കേരളത്തെ അധിക തുക നൽകുന്നതിൽ നിന്നും ഒഴിവാക്കണമെന്ന് അന്ന് ഒരക്ഷരം പറയാത്തവർ ഇന്ന് ചോദിക്കുകയാണ്, എന്താണ് കേരളത്തിൻ്റെ റോൾ? അത് ജനം ഒക്കെ മനസ്സിലാക്കുന്ന കാര്യമാണ്. 100-200 കോടിയല്ല സംസ്ഥാന സർക്കാർ ചെലവഴിച്ചത്. 5560 കോടിയാണ് ദേശീയപാത വികസനത്തിന് ചെലവഴിച്ചത്. ഭൂമി ഏറ്റെടുക്കൽ ചരിത്രം സൃഷ്ടിച്ച സംഭവമാണ്. ദേശീയപാത 66ൻ്റെ വികസനത്തിന് വേണ്ടി ആകെ കേരളത്തിലെ എത്ര ഹെക്ടർ ഭൂമിയാണ് ഏറ്റെടുത്തതെന്ന് അറിയുമോ? 1190.67 ഹെക്ടർ ഭൂമി LDF സർക്കാർ ഏറ്റെടുത്തു. കേരളത്തിൽ ദേശീയപാത 66ൻ്റെ ഭൂമി ഏറ്റെടുക്കൽ സാധ്യമാകില്ല എന്ന് പലരും ഉറപ്പിച്ചു പറഞ്ഞിരുന്നു. ചിലർ വെല്ലുവിളിച്ചിരുന്നു. ഭൂമി ഏറ്റെടുക്കലിൽ ജനപക്ഷത്തു നിന്നു ചിന്തിച്ച് LDF സർക്കാർ ജനങ്ങളുടെ ആവശ്യങ്ങൾക്കൊപ്പം നിന്നു. മികച്ച തുടർ ജീവിതം സാധ്യമാക്കാനാകുന്ന നഷ്ടപരിഹാരം ഉറപ്പാക്കി. മികച്ച പാക്കേജ്. ജനങ്ങളുടെ വിശ്വാസം സംരക്ഷിക്കാൻ, സൂക്ഷിക്കാൻ സർക്കാരിനായി. മുഖ്യമന്ത്രി തന്നെ ജനങ്ങളോട് സംസാരിച്ച് നഷ്ടപരിഹാരം സംബന്ധിച്ച ആശങ്കകൾ പരിഹരിച്ചു. ജനങ്ങൾ ഭൂമി വിട്ടു നൽകുന്നതിന് തയ്യാറായി. അത് മുടക്കാൻ കീഴാറ്റൂർ പോലുള്ള മഴവിൽ മുന്നണി സമരങ്ങൾ കൊണ്ടുവന്നു. ആരൊക്കെ ആ സമരത്തെ പിന്തുണച്ചു? ചരിത്രം നമ്മൾ മറക്കരുത്. അത്തരം സമരങ്ങളുണ്ടായെങ്കിലും അതിനെയും അതിജീവിച്ചു. അന്ന് ഒന്നിച്ചു നിന്ന് LDF സർക്കാരിനെതിരെ മുദ്രാവാക്യം വിളിച്ചവർ ഇപ്പോൾ ഒന്നിച്ചു നിന്ന് ചോദിക്കുകയാണ്, LDF സർക്കാരിന് ദേശീയപാത വികസനത്തിൽ എന്താണ് പങ്ക് എന്ന്. രണ്ടുപേർക്കും എല്ലാ കാലത്തും ഒരേ സ്വരം. UDFനും BJPക്കും ഒരേ സ്വരമാണ്. സാധ്യമാകില്ലെന്ന് പലരും വിധി എഴുതിയത് LDF സർക്കാരിൻ്റെ ഇച്ഛാശക്തിയിൽ യാഥാർത്ഥ്യമായി. ഭൂമി ഏറ്റെടുക്കലിനുള്ള സംസ്ഥാന വിഹിതമായി 5600 കോടി രൂപ, അതായത് 5580 കോടി 73 ലക്ഷം രൂപ കേരള സർക്കാർ നൽകുകയും ചെയ്തു. കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് സംസ്ഥാനത്തിൻ്റെ വിഹിതം കൈമാറിയത്. അതിപ്പോൾ കടമെടുപ്പ് പരിധിയിൽ ഉൾപ്പെടുത്തി. ഇപ്പോൾ ഉൾപ്പെടുത്തിയതാണ്. ഫലത്തിൽ 12,000 കോടി രൂപ സംസ്ഥാന സർക്കാർ ഇതിനു വേണ്ടി ചെലവഴിച്ചു. ഇപ്പോൾ ചിലർ ചോദിക്കുന്നില്ല, എങ്ങനെയാണ് 12,000 കോടിയായത്? നേരത്തെ നിങ്ങൾ 5600 കോടി എന്നല്ലേ പറഞ്ഞത്, ഇപ്പം എങ്ങനെ 12,000 കോടിയായി എന്നൊക്കെ ചോദിക്കുന്നില്ലേ? കടമെടുപ്പ് പരിധിയിൽ ഇത് ഉൾപ്പെടുത്തിയപ്പോൾ അതിൻ്റെ ഇരട്ടിയായി. അങ്ങനെയാണ് വന്നത്.
ദേശീയപാത 66 പ്രവൃത്തി ആരംഭിക്കുന്നത് LDF സർക്കാരിൻ്റെ ഇത്തരത്തിലുള്ള ഒരു കഠിനാധ്വാനത്തിലൂടെയാണ്, ഇച്ഛാശക്തിയിലൂടെയാണ്. ദേശീയപാത വികസനം വേഗത്തിൽ കേരളത്തിൽ നടക്കും. തിരുവനന്തപുരം ബൈപ്പാസ്, കഴക്കൂട്ടം എലിവേറ്റഡ് ഹൈവേ, നീലേശ്വരം മേൽപ്പാലം, പാലോളി മൂരാട് പാലങ്ങൾ എന്നിവ തുറന്നുകൊടുത്തു കഴിഞ്ഞു. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ 18 റീച്ചുകളാണ്, 18 പദ്ധതികൾ. അവ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. ഓരോ ജില്ലയിലും ഇതിനുവേണ്ടി സംസ്ഥാന സർക്കാർ ചെലവഴിച്ച തുക വേറിട്ട് പറയാൻ അറിയാഞ്ഞിട്ടല്ല, ഇപ്പം ഞാൻ പറയുന്നില്ല. തലപ്പാടി ചെങ്ങള, കോഴിക്കോട് ബൈപ്പാസ്, മലപ്പുറം ജില്ലയിലെ 2 സ്ട്രെച്ചുകൾ എന്നിവ പൂർത്തീകരണത്തിലേക്ക് കടക്കുകയാണ്. ദേശീയപാത അതോറിറ്റിയാണ് പ്രവൃത്തി നടത്തുന്നത്. ടെൻഡർ വിളിക്കുകയും കരാറുകാരെ നിശ്ചയിക്കുകയും പ്രവൃത്തി നടത്തിക്കുകയും ചെയ്യുന്നത് ദേശീയപാത അതോറിറ്റിയാണ്. ദേശീയപാത അതോറിറ്റി അതിൻ്റെ മേൽനോട്ടവും ഒക്കെ നടത്തുകയാണ്. പ്രവൃത്തി ഇടങ്ങളിൽ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ഉദ്യോഗസ്ഥരാണ് വിലയിരുത്തൽ നടത്തുന്നത്. പ്രവൃത്തിയുടെ ഗുണപരിശോധന നടത്തുന്നത് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയാണ്. ഇത് അറിയാഞ്ഞിട്ടല്ല ചിലരുടെ വിമർശനം. ഫണ്ട് മുടക്കുന്നതിൽ കേരള സർക്കാർ വഹിച്ച പങ്കിനെക്കുറിച്ച് ഒരക്ഷരം പറയാൻ സംസ്ഥാന സർക്കാരിനെ വിമർശിക്കുന്നവർ ഇന്ന് വരെ തയ്യാറാകുന്നില്ല. അവരുടെ വിമർശനം സംസ്ഥാന സർക്കാരിനെതിരെ കേൾക്കുമ്പോൾ തോന്നുക കാലണ ഇതിൽ സംസ്ഥാന സർക്കാർ മുടക്കിയിട്ടില്ല എന്നാണ്. അവരുടെ വിമർശനം സംസ്ഥാന സർക്കാരിനെതിരെ നടത്തുമ്പോൾ കേന്ദ്രമെന്തോ ഔദാര്യമായി നൽകിയ പണം വെച്ചാണ് ഇതിൻ്റെ പ്രവർത്തനം ബാക്കിയുള്ളത് നടത്തുന്നത് എന്നുള്ളതാണ്. നമുക്ക് അവകാശമായി നമ്മുടെ നികുതി പണത്താൽ നിറയുന്ന, ഖജനാവിൽ നിറയുന്ന പണമാണ് നമുക്ക് വരുന്നത്. യഥാർത്ഥത്തിൽ UDF സർക്കാരിൻ്റെ കെടുകാര്യസ്ഥത മൂലം ഒരു പിഴ അടക്കുന്നത് പോലെയാണ് നമ്മൾ വലിയൊരു തുക അടച്ചത്. ഇവിടെ ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇത്തരത്തിലൊരു നിലപാട് സംസ്ഥാന സർക്കാർ സ്വീകരിച്ചതിനെക്കുറിച്ച് അഭിനന്ദിച്ചൊരക്ഷരം പറയേണ്ട, അതിനെ വിമർശിക്കുകയാണ് UDFും BJPയും. നമ്മളതിൻ്റെ നാൾവഴികളിലേക്ക് കൂടുതൽ കടക്കാൻ പോയാൽ പല കാര്യങ്ങളിലും ഇനിയും മറുപടി പറയേണ്ടി വരും. UDF BJP നമുക്കറിയാം, അതിൽ എല്ലാ നിലയിലും സംസ്ഥാന സർക്കാർ നടത്തിയ ഇടപെടലുകൾ. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി സംസ്ഥാനത്തെ വിവിധ വകുപ്പുകളെ ഏകോപിപ്പിച്ചുകൊണ്ട് യോഗങ്ങൾ ഇടയ്ക്കിടെ നടത്തി. എല്ലാ നിലയിലും മാതൃകാപരമാണെന്ന് എത്രയെത്ര പേർ സൂചിപ്പിച്ചു. നൂറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള ഹിന്ദു പത്രം എഴുതി. NH66 പ്രവൃത്തി കർണാടകയിൽ ഒച്ചിൻ്റെ വേഗത്തിലാണ്, എന്നാൽ കേരളത്തിൽ അതിവേഗം നടക്കുന്നു. കാരണം മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ സംസ്ഥാന സർക്കാരിൻ്റെ മാതൃകാപരമായ ഏകോപന നിശ്ചയദാർഢ്യത്തോടു കൂടിയുള്ള ഇടപെടലാണ് എന്ന് ചൂണ്ടിക്കാട്ടി. NHAI പറഞ്ഞു, സംസ്ഥാന സർക്കാർ ഇതിൽ നടത്തുന്ന ഇടപെടൽ ഒരു ടീം വർക്ക്, അത് മറ്റൊരു സംസ്ഥാനത്തും കാണാൻ പറ്റാത്തതാണ്. കേന്ദ്രമന്ത്രി ശ്രീ നിതിൻ ഗഡ്കരിയും ഇതേ നിലപാട് നിരവധി തവണ പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ അവലോകന യോഗങ്ങൾ പല പ്രശ്നങ്ങൾ പരിഹരിക്കുന്നത് സഹായകരമായി മാറി. NHAI തന്നെ ഇത് പരസ്യമായി പല ഘട്ടത്തിലും പറഞ്ഞിട്ടുണ്ട്. ഫീൽഡ് വിസിറ്റ്, സംസ്ഥാനത്തെ ഇതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഉൾപ്പെടെ ചർച്ച ചെയ്യുന്നതിന് നാഷണൽ ഹൈവേ അതോറിറ്റിയോടൊപ്പം നിരവധി തവണ പൊതുമരാമത്ത് വകുപ്പ് നടത്തിയിട്ടുണ്ട്. നിരവധി തവണ അവിടെ അതാത് പ്രദേശത്തെ ജനപ്രതിനിധികൾ, സാമൂഹിക പ്രവർത്തകർ, രാഷ്ട്രീയ നേതാക്കന്മാർ ഒക്കെ വന്ന് പല വിഷയങ്ങളും ചർച്ച ചെയ്തു. ഇതൊക്കെ നമുക്കറിയുന്ന കാര്യമാണ്. എന്നിട്ടും സംസ്ഥാന സർക്കാരിന് ഇതിലെന്താണ് റോൾ എന്നാണ് ചിലർ ചോദിക്കുന്നത്. സംസ്ഥാന സർക്കാർ ചെലവഴിച്ച തുക, ആ തുക തേച്ചു മാറ്റി കളഞ്ഞാലും പോകുന്നതാണോ? പിന്നെ ചിലർ പറയുന്നു ഇത് തങ്ങളുടേതാക്കി മാറ്റാൻ റീൽസ് ഇട്ട് ചിലർ നടക്കുകയാണ്. വികസന പ്രവർത്തനം ജനങ്ങളിലെത്തിക്കാൻ പുതിയ കാലത്തെ സംവിധാനമായ സോഷ്യൽ മീഡിയയെ ഉപയോഗിക്കേണ്ടത് അനിവാര്യമാണ്. ഞങ്ങളുടെ പ്രസ്ഥാനം തന്നെ ഇത്തരം പ്രവർത്തനങ്ങളിൽ ഓരോരുത്തരും നേതൃത്വപരമായി ഇടപെടണം എന്ന് ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. മന്ത്രിമാർ അവരുടെ വകുപ്പിൻ്റെ വികസനങ്ങൾ ജനങ്ങളിലെത്തിക്കാൻ സോഷ്യൽ മീഡിയ ഉപയോഗിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഞങ്ങളെല്ലാം ശ്രദ്ധിക്കുന്ന കാര്യമാണ്. ആ റീൽസ് ജനങ്ങൾ ഏറ്റെടുക്കുന്നു. സോഷ്യൽ മീഡിയയിലൂടെ അത് ലക്ഷങ്ങളിലെത്തുന്നു, കോടികളിലെത്തുന്നു എന്നുള്ളത് നിങ്ങൾക്ക് തലവേദനയാണെന്നറിയാം. അതുകൊണ്ട് നിങ്ങൾ എത്ര പരിഹസിച്ചാലും ഇനിയുള്ളൊരു വർഷം വികസന പ്രവർത്തനത്തിൻ്റെ റീൽസ് ഇടൽ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലൂടെയുള്ള പ്രചരണം ഞങ്ങൾ അവസാനിപ്പിക്കും എന്ന് നിങ്ങൾ വ്യാമോഹിക്കേണ്ട
റീൽസ് ഇടലും സോഷ്യൽ മീഡിയയിലൂടെ ഞങ്ങളുടെ വികസന പ്രവർത്തനങ്ങൾ ജനങ്ങളിലെത്തിക്കലും തുടരും എന്നുള്ളത് ഞാൻ അറിയിക്കാൻ ആഗ്രഹിക്കുന്നു. തുടരുക തന്നെ ചെയ്യും. ദേശീയപാത 66-ൽ LDF സർക്കാരിൻ്റെ റോൾ എന്ത് എന്ന് ചോദിക്കുന്നവർക്ക് നേരത്തെ തന്നെ പല വിശദീകരണങ്ങളും നൽകിയതാണ്. കേരളത്തിലെ മഹാഭൂരിപക്ഷം എന്ന ജനങ്ങളും അത് മനസ്സിലാക്കിയതാണ്. UDF-ഉം BJP-യും അത് മനസ്സിലാക്കാത്തത് രാഷ്ട്രീയ താല്പര്യങ്ങളുടെ ഭാഗമായിട്ടാണ്. UDF സർക്കാരിൻ്റെ കെടുകാര്യസ്ഥത അത് എല്ലാവരും മനസ്സിലാക്കിയ കാര്യമാണ്. 2016-ൽ LDF സർക്കാർ ഈ കേരളത്തിൽ അധികാരത്തിൽ വന്നിട്ടില്ലായിരുന്നുവെങ്കിൽ ദേശീയപാത വികസനം ഇന്ന് നടക്കുമായിരുന്നു? ഇല്ല. അതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, എല്ലാവരും മനസ്സിലാക്കുന്ന കാര്യമാണ്. അപ്പോൾ ദേശീയപാത വികസനത്തിൽ LDF സർക്കാരിന് എന്താണ് റോൾ എന്നുള്ളത് ഞങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കും. LDF സർക്കാർ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നിശ്ചയദാർഢ്യത്തോടു കൂടി NH66 യാഥാർത്ഥ്യമാക്കാനുള്ള ശ്രമം തുടരുക തന്നെ ചെയ്യും. ഇതാ കിട്ടിപ്പോയി, ഈ സംഭവങ്ങൾ വെച്ച് ഈ പദ്ധതി അങ്ങ് മുടക്കിക്കളയാം, ഈ പദ്ധതിയുടെ മുന്നോട്ടുള്ള പോക്കങ്ങ് ഇല്ലാതാക്കി കളയാമെന്നാണ് UDF കരുതുന്നതെങ്കിൽ അത് ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ് എന്നുള്ളത് വളരെ നല്ല നിലയിൽ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. NH66 അതിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് ചർച്ച ചെയ്ത് പരിഹരിച്ച് യാഥാർത്ഥ്യമാകും എന്ന കാര്യത്തിൽ സംശയമില്ല. കേരളത്തിലെ സംസ്ഥാന സർക്കാർ ഇതിന് പണം മുടക്കിയിട്ടുണ്ട് ഇല്ലെന്ന് പറയാൻ ഈ വിമർശിക്കുന്ന BJP നേതാക്കന്മാർക്ക് പറ്റുമോ? കേരളത്തിൽ LDF സർക്കാർ അല്ലായിരുന്നു അധികാരത്തിൽ വന്നിരുന്നതെങ്കിൽ ഞങ്ങളുടെ ഭരണകാലത്ത് മുടങ്ങിപ്പോയ പദ്ധതി വീണ്ടും ആരംഭിക്കാനാകില്ല എന്ന വസ്തുത തെറ്റാണ് എന്ന് പറയാൻ UDF നേതാക്കന്മാർക്ക് പറ്റുമോ? ഇല്ല, ആർക്കും പറ്റില്ല. അതുകൊണ്ട് വസ്തുതകൾ പറഞ്ഞേ പറ്റൂ, അത് ഞങ്ങൾ പറയുക തന്നെ ചെയ്യും. NH66 പ്രശ്നങ്ങൾ പരിഹരിച്ച് യാഥാർത്ഥ്യമാക്കാൻ LDF സർക്കാർ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഇതിൻ്റെ തുടക്കം മുതൽ ഇടപെട്ടതുപോലെ അവസാനം വരെ നിലകൊള്ളും. ഈ പദ്ധതി മാത്രമല്ല, എല്ലാ പദ്ധതികളും ജനങ്ങളിലെത്തിക്കാൻ റീൽസും സോഷ്യൽ മീഡിയയുടെ സാധ്യതകളും ഞങ്ങൾ ഉപയോഗപ്പെടുത്തും. പറഞ്ഞേ പറ്റൂ, ഞങ്ങൾ പറയുക തന്നെ ചെയ്യും.